അല്ല ഞാൻ ചോദിച്ച ഇതും ചർച്ച ചെയ്യണ്ടേ? കേന്ദ്ര സർക്കാർ എടുത്ത നിലപാടിനെ കുറിച്ച് ചർച്ച ചെയ്യണ്ടേ? എന്താണ് നിങ്ങൾ കട്ട് ചെയ്യുന്നത്? മീഡിയ അത് ആ സജീവമായി മുന്നോട്ട് പോവുകയാണ്. അല്ല അദ്ദേഹം എനിക്ക് പറയാമോ? ഞാൻ പറഞ്ഞു തീർത്തിട്ട് അദ്ദേഹത്തിന് സമയം കൊടുക്കല്ലോ. ഞാൻ പറയുന്നത് ലീഗിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ലീഗ് മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ലീഗൽ സ്റ്റെപ്സ് സജീവ് മുന്നോട്ട് പോവുകയാണ്. ഒന്ന് രണ്ട് പറഞ്ഞു. ഒരു നിമിഷം ഫ്രാൻസിസ് അങ്ങയിലേക്ക് താങ്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയട്ടെ. പറഞ്ഞല്ലോ ലീഗിന്റെ തറക്കല്ലിടൽ ഇവിടെ അദ്ദേഹം ചോദിച്ചോട്ടെ, അദ്ദേഹം ഒന്നുകൂടെ ചോദിച്ചോട്ടെ, മറുപടി ഞാൻ പറയാം. എന്റെ മറുപടി അദ്ദേഹം ചോദിക്കാൻ പോയത് എന്താ നിർമ്മാണ പ്രവർത്തനമാണ് അതുകൂടെ ചോദിക്കട്ടെ. പ്രവർത്തനം ആരംഭിച്ചതിൽ പറയുന്നത് പറയേ. അല്ല അത് ചോദിച്ചു പറഞ്ഞോളൂ. അതെ, ഞങ്ങൾ സ്ഥലം വാങ്ങി രജിസ്റ്റർ ചെയ്ത് അതിന്റെ പെർമിറ്റിന്റെ നടപടിയുമായി, പെർമിറ്റ് ഇല്ലാതെ പണിയാൻ പറ്റില്ലല്ലോ, പെർമിറ്റിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനുമായി ഞങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നു. അതിനിടയ്ക്ക് CPM നേതാക്കൾ പോയി ഇത് നടപ്പിൽ വരുത്താതിരിക്കാൻ വേണ്ടി പരാതി കൊടുത്ത് റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ച് നോട്ടീസ് കൊടുത്ത് ഇത് പെർമിറ്റ് കൊടുക്കാതിരിക്കാനുള്ള അല്ലെങ്കിൽ ഇത് സാഹചര്യം ഉണ്ടാക്കുകയാണ്. ഇത് ആർക്കും ചെയ്യാവുന്ന കാര്യം, ഒരു മൈൻഡ് സെറ്റിന്റെ പ്രശ്നമാണ്. ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് പരാതിയുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് പരാതിയുണ്ടോ? അവിടെ കെട്ടിടം പണിയുന്നതിന് നിങ്ങൾക്ക് പരാതിയുണ്ടോ? CPM-നോ ചോദിക്കാം, CPM-നോ സർക്കാരിനോ അവിടെ കെട്ടിടം പണിയുന്നതിന് പരാതിയുണ്ടോ? പരാതിയില്ല. നിയമപരമായി അവിടെ ഒരു തടസ്സവുമില്ല. ആ നിയമപരമായ തടസ്സമില്ലെങ്കിൽ റവന്യൂ ഉദ്യോഗസ്ഥർ ഇപ്പൊ നോട്ടീസ് കൊടുത്തിട്ട് പറയട്ടെ നോട്ടീസൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ അധികാരം 105-ലുണ്ട്. ആ നോട്ടീസ് കൊടുക്കുന്നത് നിർമ്മാണത്തെ തടയാനാണ് എന്ന് പറഞ്ഞാൽ അത് മോട്ടിവേറ്റഡ് ആണ്. അത് ഈ ഗവൺമെന്റ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് നോട്ടീസുകളൊക്കെ അയക്കാം. പക്ഷെ ഞങ്ങൾ പറയുന്നു, എന്തെല്ലാം തടസ്സങ്ങളുണ്ടെങ്കിലും സർക്കാരിന്റെ ഭൂമിക്ക്, ആ ഭൂമി ഏറ്റെടുത്ത അതിന്റെ ഉടമസ്ഥൻ കോടതിയിൽ എന്തെല്ലാം തർക്കം ഉന്നയിച്ചാലും ആ ഉടമസ്ഥനെയും പരിഹരിച്ചുകൊണ്ട് ആ വീടുകൾ വെച്ചു കൊടുക്കുന്നതിന് എന്ത് സഹായം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് വേണോ അത് ഞങ്ങൾ ചെയ്യും. കാരണം ആ പാവങ്ങൾക്ക് അത് കിട്ടണം. തിരിച്ചു സർക്കാരോ തിരിച്ചിത് തടയാൻ എന്ത് വഴിയുണ്ട് എന്ന് നോക്കിയിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോയിട്ട് വന്ന് പറയാ എന്താ നിങ്ങൾ ചെയ്തതെന്ന്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു, ഇതൊരു മൈൻഡ് സെറ്റ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ലക്ഷത്തിന്റെ നയൻ എല്ലാണ്. ഞങ്ങൾ ഇതുപോലെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകും. നിങ്ങൾ എന്ത് തടസ്സമായി പോയാലും നിയമപരമായി തന്നെ ഞങ്ങൾ അതിനെ 6 പേർക്കെതിരെ നിങ്ങൾ ഒരു ക്രൈം എടുത്തില്ലേ? അല്ല ഇതിലെന്താ വിഷയം? ക്രൈസിസ് മാനേജ്മെന്റ് ഘട്ടത്തിൽ ഇതിപ്പോൾ ഭൂമി തരംമാറ്റത്തിന്റെ പ്രശ്നങ്ങളാണ് ലീഗിന്റെ ഭൂമിയിലുള്ളത്. ഒരു ക്രൈസിസ് മാനേജ്മെന്റിന്റെ ഘട്ടത്തിൽ അതിലൊക്കെ ഒരു ഇളവും ഈസിങ് ചെയ്തു കൊടുക്കാൻ പറ്റും സർക്കാരിന്. അത് സർക്കാർ ചെയ്യുന്നില്ല എന്നാണ് ഡോക്ടർ മുഹമ്മദ് ഷാ ആരോപിക്കുന്നത്. അല്ല നിങ്ങൾ ആദ്യം പറഞ്ഞ ആരോപണത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണം. അതിന്റെ വസ്തുത എന്താണെന്ന് പറയണം. CPIM നേതാക്കൾ പരാതി കൊടുത്തു തന്നെ. ഏത് CPIM നേതാവ് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏതാ? നിങ്ങൾക്കിപ്പം അത് പറയണമെങ്കിൽ CPM നേതാവ് ആരാ പരാതി കൊടുത്തതെന്ന് കൃത്യമായി നിങ്ങൾക്ക് പറയാൻ കഴിയണം. അത് പറഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾ സർക്കാരിന്റെ മുകളിലേക്ക് പോയി. ഇനി നിങ്ങൾ ഈ ഭൂമി ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട് അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആക്ഷേപം നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? ഒരാക്ഷേപവും ഇല്ല. DYFIയുടെ ജില്ലാ സെക്രട്ടറിയാണ് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ. DYFIയുടെ ജില്ലാ സെക്രട്ടറിയാണ് ഞാൻ. ഈ ലീഗിന്റെ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഭൂമിയുടെ ചർച്ചകൾ ഈ കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തപ്പം എന്നോട് ഈ കേരളത്തിലെ മാധ്യമങ്ങൾ വയനാട് ജില്ലയിൽ നിന്ന് പ്രതികരണം ചോദിച്ചിരുന്നു. ഞാൻ അവരോട് എന്താ മറുപടി കൊടുത്തെന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. മീഡിയ വണ്ടി ഉൾപ്പെടെ പിന്നെ ഇവിടുത്തെ റിപ്പോർട്ടറിനെ വിളിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ കൊടുത്ത മറുപടി അത് ലീഗിന്റെ മാത്രം പ്രശ്നമാണ്. അവരതുമായി ബന്ധപ്പെട്ട ഭൂമി കണ്ടെത്താൻ ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് അത് പരിഹരിക്കും എന്ന് തന്നെ ഞാൻ പറഞ്ഞത്. ഞങ്ങൾ ഒരു തരത്തിൽ ഇതുവരെ ഈ നാളിതുവരെ DYFI എന്ന നിലയ്ക്ക് അതിനകത്തൊരു ആക്ഷേപം പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ ലീഗ് ആ ഭൂമിയുമായി ബന്ധപ്പെട്ട് നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കി അതിന്റെ ദുരന്തബാധിതരായിട്ടുള്ള ആളുകൾക്ക് അത് നൽകാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ പൂർത്തീകരിക്കണം എന്നാണ് പറഞ്ഞത്. ഒരു വിഷയത്തിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്താ വിഷയം? ഇവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചർച്ചയുണ്ട്. ലീഗിനകത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ്. എന്താ ചർച്ച? കേവലം 65,000 രൂപയിൽ താഴെ മാത്രം വിലയുള്ള ഭൂമി 1,22,000 രൂപ കൊടുത്ത് വാങ്ങിയത് എന്തിന്? ഞങ്ങൾ അറിയുന്ന സ്ഥലമാണല്ലോ ഈ പറഞ്ഞ നിങ്ങൾ സ്ഥലം എടുത്ത സ്ഥലം. തൃക്കേപ്പറ്റ വില്ലേജ് ഞങ്ങൾ അറിയാത്ത സ്ഥലമൊന്നുമില്ലല്ലോ. അവിടെ കേവലം 65,000 രൂപ മാത്രമേ ഭൂമിക്ക് വിലയുള്ളൂ. ഞാൻ കൽപ്പറ്റ ടൗണിനകത്ത് സ്ഥലം വാങ്ങി വീട് വെച്ച ആളാ.
ഈ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിക്കകത്ത് ഞാൻ സ്ഥലം എടുക്കുന്ന സമയത്ത് ആകെ 1,25,000 ഉള്ളൂ. അപ്പോഴാണ് നിങ്ങൾ മേപ്പാടി പഞ്ചായത്തിനകത്ത് പോയി സ്ഥലം എടുക്കുമ്പം അതും ഇത്രയും വലിയ സ്ഥലം എടുക്കുന്ന സമയത്ത് 1,22,000 രൂപയ്ക്ക് സ്ഥലം വാങ്ങുന്ന സാഹചര്യം ഉള്ളത്. അപ്പം ഇതൊക്കെ ഇവിടെ ചർച്ച നടക്കുന്നുണ്ട്. അതേ ഞങ്ങൾ ആക്ഷേപമായിട്ട് പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളൂ. നിങ്ങൾ ഏത് വിധത്തിലും ആ സ്ഥലം പിന്നെ അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വളരെ ക്രിയാത്മകമായ ഒരു ചർച്ചകൾ കൂടി വേദിയാകണം എന്നുള്ളത് കൊണ്ട് ചോദിക്കുകയാണ്, എപ്പോഴത്തേക്ക് ലീഗിന്റെ ഈ നൂലാമാലകൾ നിയമക്കുരുക്കുകളൊക്കെ പരിഹരിച്ചുകൊണ്ട് എപ്പോഴത്തേക്ക് ഈ പ്രവർത്തനം തുടങ്ങാൻ കഴിയുമെന്ന് പറയാൻ കഴിയുമോ? ഇപ്പോ ലീഗിന്റെ ഒരു നിയമക്കുരുക്കുകൾ ഇവർ കൊടുത്ത നോട്ടീസ് 105 നോട്ടീസിന്റെ മറുപടി വ്യക്തമായി അതിന്റെ സ്ഥലമുടമസ്ഥന് കൊടുത്തിട്ടുണ്ട്. അതിൽ സീലിംഗ് കേസ് നിൽക്കില്ല എന്ന ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ടെക്നിക്കാലിറ്റി നടത്താതെ ഈ ഡിവൈഎഫ്ഐയുടെ നേതാവ്, ജില്ലാ നേതാവല്ലേ, ആ ഉദ്യോഗസ്ഥരോട് പറയുക അതിന് ടെക്നിക്കാലിറ്റി ഇല്ല എന്ന് ബോധ്യപ്പെടുന്ന മറുപടി കൊടുത്തിട്ടുണ്ട്. അവിടെ വെച്ച് നിർത്തിക്കണം. അവിടെ വെച്ച് നിർത്തുന്നില്ലെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയം കളിക്കുകയാണ്. ആ രാഷ്ട്രീയം കളിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾ നിരുത്തരവാദിത്തപരമായ പ്രവർത്തനമാണെന്ന് പറയേണ്ടി വരും. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഞങ്ങൾ വാങ്ങിയ സ്ഥലം ഒരു എനിക്ക് എന്റെ സൗണ്ട് പോയി, പെട്ടെന്ന് പറഞ്ഞ താങ്കൾ കേൾക്കാമോ? കേൾക്കുന്നില്ല. യെസ്, അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയുന്നില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. കേൾക്കാമോ ശ്രീ മുഹമ്മദ് ഷാ? എന്താണ് നിലവിലെ നിയമ തടസ്സമെന്ന് ചുരുക്കി പറയാമോ താങ്കൾ? വേഗത്തിൽ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. എന്താണ് ഇപ്പോഴത്തെ നിലവിലെ നിയമ തടസ്സം എന്ന് ചുരുക്കി ഒരു 30 സെക്കൻഡിനുള്ളിൽ പറയാമോ? ആ നിയമ തടസ്സം നീക്കാൻ ഡിവൈഎഫ്ഐ ഇടപെടുമോ എന്ന് ഫ്രാൻസിസ് 20 സെക്കൻഡിൽ. ആദ്യം ശ്രീ മുഹമ്മദ് ഷാ. അല്ല, അതായത് ഞാൻ പറയുന്നത് അവിടെ നിയമ തടസ്സം ഒന്നുമില്ല. എല്ലാ നിയമങ്ങളും നോക്കി തന്നെ മേടിച്ച ഭൂമിയാണ്. അനാവശ്യമായി ചില നോട്ടീസുകളൊക്കെ തന്ന് ഇത് തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. നിയമപരമായി നേരിടാൻ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ മറികടന്നുകൊള്ളാം. പക്ഷെ നിങ്ങൾക്ക് ആത്മാർത്ഥതയുടെ അംശമുണ്ടെങ്കിൽ ഈ പണി ഇവിടെ വെച്ച് നിർത്തിക്കണം. കാരണം ഇത് പാവങ്ങൾക്ക് വീട് പണിയാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. നിങ്ങൾ സെക്ഷൻ 105ഉം 87ഉം വായിച്ചു നോക്കുക. കൊടുത്ത മറുപടി അവിടെ ഉണ്ട്, എടുത്ത് വായിച്ചു നോക്കുക. ആ മറുപടിക്കകത്ത് വ്യക്തമായി കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ വെച്ച് ക്ലോസ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആണ്. ഇനിയും നിങ്ങൾക്ക് ഏതാണ് ഇല്ല, നമുക്ക് തർക്കത്തിലേക്ക് പോകാൻ നേരമില്ല, സമയം ഒരുപാട് വൈകി. ശ്രീ ഫ്രാൻസിസ്, അവസാനമായി മുസ്ലിം ലീഗിന്റെ ഭൂമിക്ക് എന്തെങ്കിലും നിയമപ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ സർക്കാർ തലത്തിൽ ഇടപെടാൻ സമ്മർദ്ദം ഡിവൈഎഫ്ഐ ചെലുത്തുമോ? ഒറ്റ ചോദ്യം, 20 സെക്കൻഡ് താങ്കൾക്ക്. ഒരു നിയമ തടസ്സവുമില്ല. ഇവരുണ്ടാക്കുന്ന ടെക്നിക്കാലിറ്റി ഇവർ നിർത്തിയാൽ മതി. ആ പണി നിർത്താനാണ് പറഞ്ഞത്. മുസ്ലിം ലീഗ് അനാവശ്യമായ ടെക്നിക്കാലിറ്റികൾ ചോദിക്കാം. മുസ്ലിം ലീഗ് ഒരു നിയമ തടസ്സവും ഇല്ല എന്ന് പറയുന്നു. ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. ഒരു നിയമ തടസ്സം ഇല്ലെങ്കിൽ നിങ്ങൾ നിർമ്മാണ പ്രവർത്തനം നടത്തിക്കോളൂ. ഞങ്ങൾക്ക് ചോദിക്കാൻ ഒറ്റ കാര്യമുള്ളൂ. സർക്കാർ ഭൂമി ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഈ കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ നേതൃത്വം ഈ കേരള സമൂഹത്തോട് വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. സർക്കാർ കുറെ കാലമായാലും ഭൂമിക്ക് വേണ്ടി നോക്കി നടക്കുന്നു. നിങ്ങൾക്ക് ഭൂമി കിട്ടിയിട്ടില്ല, പക്ഷെ ഞങ്ങൾ ഇതാ ഭൂമി ഏറ്റെടുത്തു. അതായത് സർക്കാർ ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഭൂമി ഏറ്റെടുത്ത ആളുടെ ലീഗ്. ഫ്രാൻസിസ് ഒന്ന് പറയുമോ? ശരി 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 വളരെയധികം നന്ദി ശ്രീ മുഹമ്മദ് ഷാ. സമയക്കുറവിൽ ഇടപെടുകയാണ്, വ്യക്തമാണ്. അതായത് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല, ഭൂമി പ്രശ്നങ്ങളില്ലാന്ന് മുഹമ്മദ് ഷാ പറയുമ്പോൾ ഒരു നോട്ടീസ് അവിടെ ഉണ്ട് എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടെ പരിഹരിക്കാൻ അത് ഒരുമിച്ച് ഒരു ആത്മാർത്ഥമായ ശ്രമം മറ്റു പാർട്ടികളിൽ നിന്ന് ഉണ്ടാകുമോ എന്നുള്ളതാണ് കാണുന്നത്. കാരണം ഇവിടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് മുണ്ടക്കൈയിൽ ദുരിതം അനുഭവിക്കുന്ന അവരുടെ ഒരു സ്ഥായിയായ പുനരധിവാസം, അതിലേക്കുള്ള ക്രിയാത്മക ചർച്ചകൾ വേണമെന്ന് തന്നെയാണ് ഈ ദിവസം ആഗ്രഹിച്ചത്. എന്തായാലും